ഒരു ചെറിയ ഇടവേളയ്ക്കൊടുവിൽ വീണ്ടും കേരളത്തിൽ രാഷ്ട്രീയ ആക്രമണം നടന്നിരിക്കുകയാണ്. കണ്ണൂർ കണ്ണപുറത്ത് ബി ബൂത്ത് പ്രസിഡന്റ് ബാബുവിനാണ് വെട്ടേറ്റത്. ഇന്നലെ രാത്രി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷവുമായി ബന്ധപ്പെട്ട് നടന്ന തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആക്രമണത്തിന് പിന്നിൽ ആരാണെന്നുള്ള സംശയങ്ങൾ ബി ആരോപിക്കുന്നുണ്ട്. ജില്ലയിൽ ഇന്നലെ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് പോലീസ് സ്ഥലത്തൊരുക്കിയിരുന്നത്. ഒരു സംഘർഷ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിലൊരു നീക്കം സ്ഥലത്ത് ഒരുക്കിയിരുന്നത്. എന്നാൽ പോലീസിന്റെ ഇത്തരത്തിലൊരു നീക്കത്തെ മറികടന്നാണ് സ്ഥലത്ത് ഇങ്ങനൊരു സംഭവം അരങ്ങേറിയത്. പഴയങ്ങാടി കണ്ണപുരത്ത് കരിക്കാട്ട് മുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് ബി പ്രവർത്തകന് വെട്ടേറ്റത്. കല്യാശ്ശേരി മണ്ഡലം ബൂത്ത് പ്രസിഡന്റായ ബാബുവിനെയാണ് വെട്ടി പരിക്കേൽപ്പിച്ചിട്ടുള്ളത്. ബാബുവിനെ പരിക്കുകളോടെ കൂടി കണ്ണൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടുള്ള അനൗൺസ്മെന്റ് വാഹനങ്ങളുമായി ഇവർ പരിസരത്ത് സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ എതിർ രാഷ്ട്രീയ പ്രവർത്തകർ സംഘടിച്ചെത്തി ഈ വാഹനം തടയുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ തോതിലുള്ള സംഘർഷവും തർക്കവും ഒക്കെ ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം ഘോഷയാത്ര കഴിഞ്ഞ് ബാബുവും സഹപ്രവർത്തകരും സ്ഥലത്തു നിന്നും മടങ്ങുന്നതിനിടെ വീണ്ടും ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാവുകയും ബാബുവിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്നാണ് ബി ആരോപണം. എന്നിരുന്നാലും കനത്ത സുരക്ഷയിലായിരുന്നു ആ മേഖലയിലെല്ലാ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷയാത്രയും നടന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ മറ്റു രാഷ്ട്രീയ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയ്ക്ക് ബദലായി ഓണാഘോഷ സാംസ്കാരിക ഘോഷയാത്ര തുടങ്ങിയിട്ടുള്ള പരിപാടികളെല്ലാം കണ്ണൂരിൽ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ജില്ലയിലെമ്പാടും കനത്ത സുരക്ഷയൊരുക്കിയിരുന്നത്. പക്ഷേ സുരക്ഷയ്ക്കിടയിലാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായത്. തുടർന്നും ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മേഖലയിൽ ഇപ്പോൾ പോലീസ് പെട്രോളിംഗ് ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്.